ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദി ഏഴാമത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. ഒന്നാമത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം ടി ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപാണ്, ഏകദേശം ആ സമയത്ത് ഈ നോട്ടു നിരോധനം വരുന്ന സമയത്ത് എം ടി വാസുദേവൻ നായർ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. തുഗ്ലക്കൻ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചെന്ന് പറയുകയും ബി ജെ പിയുടെ പ്രൊഫൈലുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം അന്ന് എം ടിക്ക് നേരെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും എം ടി കാര്യമാത്ര പ്രസക്തമായ ഒരു രാഷ്ട്രീയ വിമർശനം നടത്തിയിരിക്കുന്നു. അതിന് ഇ പി ജയരാജൻ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്നാണ്. പിണറായിയോടായിരുന്നില്ലേ? പിണറായിയായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രസംഗത്തിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് പരിശോധിച്ചാൽ റഷ്യയിൽ വിപ്ലവാനന്തരം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണക്രമം ഒരു സമഗ്രാധിപത്യ ഭരണകൂടമായി മാറിയത് എന്നത് സംബന്ധിച്ച് ആണ് പറഞ്ഞുകൊണ്ടാണ്, അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ആ പ്രസംഗം ആരംഭിക്കുന്നത്. അവിടെ അദ്ദേഹം മാക്സിം ഗോർക്കിയെയും ആന്റൺ ചെക്കോവിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെ ഏകാധിപത്യ ഭരണത്തിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി മാറിപ്പോയി എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കേരളത്തിലേക്ക് വന്ന് എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത്. എങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ എസ് ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെട്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എസ് എക്കാലവും കേരളത്തിൽ ആദരിക്കപ്പെട്ടിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ഒരിക്കൽ പോലും ആ ആദരവിനെ ഒരു ആരാധനയായി പരിവർത്തിപ്പിക്കാൻ എസ് ശ്രമിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ പ്രസംഗം ഉടനീളം കേട്ടാൽ അല്ലെങ്കിൽ വായിച്ചാൽ നിശ്ചയമായും അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ ഏത് രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിമർശനവുമാണെന്ന് വ്യക്തമാണ്. സമഗ്രാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിമർശനമായി കൂടി അതിനെ വ്യാഖ്യാനിക്കാം എന്നതുകൊണ്ട് ഇ പി ജയരാജൻ പറയുന്നത് അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്നാണ്. എന്നാൽ അതിനകത്ത് എനിക്കൊരു വ്യക്തത കുറവില്ല. അത് പിണറായി വിജയൻ്റെ ഭരണത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ എം ടി വാസുദേവൻ നായർ എന്തായാലും നരേന്ദ്രമോദിയെ നന്നാക്കിക്കൊണ്ട് ബി ജെ പിയെ നന്നാക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. ബി ജെ പി അങ്ങനെ നന്നാക്കാൻ കഴിയില്ല. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം വളരെ മികവുറ്റ പുരോഗമനപരമായൊരു ആശയമായിരിക്കുന്നതുകൊണ്ട് നേതൃത്വത്തിൻ്റെ പിഴവുകൾ തിരുത്തുന്നത് വഴി ആ ആശയത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതേസമയം നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ നന്നാക്കിക്കൊണ്ട് ബി ജെ പിയെ നന്നാക്കാൻ കഴിയില്ല. ആ ആശയം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൽ തന്നെയാണ് എം ടി ഇന്ന് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, എന്തുകൊണ്ടാണ് എം ടിയുടെ വിമർശനം നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഞാനും അരുണും കൂടി ഭരണകൂട ഭീകരതയുമായി ബന്ധപ്പെട്ടൊരു സംവാദത്തിൽ ഏർപ്പെട്ടിരുന്നല്ലോ. അരുണെ, ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഈ സ്ഥൂലമായി മാത്രമല്ല ഭരണകൂട ഭീകരത പ്രവർത്തിക്കുക, അത് വളരെ സൂക്ഷ്മമായി കൂടി പ്രവർത്തിക്കും. അതിന് ആവർത്തിക്കട്ടെ, ഞാനത് ഗ്യാസ് ചേമ്പറുകൾ ഉണ്ടാകണമെന്നില്ല, ബുൾഡോസർ ഉണ്ടാകണമെന്നില്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടാകണമെന്നൊന്നുമില്ല. ഇവിടെ ഇപ്പം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ മാധ്യമ സമ്മേളനം നടത്തിയിട്ടില്ലല്ലോ, വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് അവസാന വാർത്താ സമ്മേളനം നടത്തി. അതിൻ്റെ 10ാം വാർഷികം കഴിഞ്ഞു പോയത്. അപ്പം വളരെ തീരുമാനമെടുത്ത് മീഡിയയിൽ നിന്ന് നരേന്ദ്രമോദി അകലുന്നു, മീഡിയയുമായി സംവദിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് അടുത്തൊരു ഘട്ടമെന്ന് പറയുന്നത് മോഡി മീഡിയകളിലേക്ക്, മീഡിയ സ്ഥാപനങ്ങളിലേക്ക് റെയ്ഡുകൾ നടത്തുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് രാജ്യദ്രോഹത്തിന് കുറ്റം ചുമത്തുന്നു. ഈ രീതിയിലാണ് ഓരോരോ പ്രോഗ്രഷനും സംഭവിച്ചിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് സ്വാഭാവികമായും ജുഡീഷ്യറിയെയൊക്കെ തന്നെ ഈ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എന്താ? 236 എം പിമാരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി പ്രതിപക്ഷത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. ആ രീതിയിലാണത് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമാണ് ഈ പറഞ്ഞ പാർലമെൻറ്റിനകത്തൊരു ബഹളം ഉണ്ടാക്കി ഉടനെ തന്നെ പാർലമെൻറ്റിലെ എം പിമാരെയൊക്കെ സസ്പെൻഡ് ചെയ്തു. അതൊക്കെ തന്നെ സൂക്ഷ്മമായി ഒരു ഏകാധിപത്യ പ്രവണതയുടെ വ്യക്തമായ സൂചനയാണ്. ഇവിടെ ഇപ്പം ഞാനതൊരു ഈ പിണറായിയെയും മോഡിയെയും സമീകരിക്കുകയല്ല, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മബുദ്ധിയോടെ നിരീക്ഷിക്കേണ്ടതും കണ്ണു തുറന്നു വെക്കേണ്ടതുമുണ്ട്. അത്തരം പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്തും അനുവദിച്ചുകൂടാ. പിണറായി വിജയൻ ഇവിടെ വന്നതിന് ശേഷം ഇതേപോലെ തന്നെ വാർത്താ സമ്മേളനങ്ങൾ നടത്തത്തില്ല. ഇപ്പം ഈ പറയുന്ന ബുധനാഴ്ച ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വന്നിരുന്ന് ഈ മാധ്യമങ്ങളോട് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന ഒരു ചടങ്ങായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ്. വി എസ് അച്യുതാനന്ദൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതൊക്കെ തന്നെയും അവസാനിപ്പിച്ചു. അപ്പം മാധ്യമങ്ങൾ നമ്മൾ നിരന്തരം കാണേണ്ട ഒരു വിഭാഗമല്ല എന്ന് തീരുമാനിക്കുമ്പോൾ ജനങ്ങളെ തന്നെയാണ് അഭിമുഖീകരിക്കാതിരിക്കുന്ന ഒരു അഭിപ്രായം എനിക്ക്
ഞാനും നികേഷും ഒക്കെ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് കെ നായനാർ ഈ പറയുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന പ്രോഗ്രാമാണ് അന്നത്തെ ഏറ്റവും പോപ്പുലറായ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് വാർത്താ സമ്മേളനം നായനാർ നടത്തുക മാത്രമല്ല, ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ വന്നിരുന്നുകൊണ്ട് ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്ന ഒരു പരിപാടി കൂടി അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാതൃകകളുണ്ട്. അപ്പോൾ അത് ഇല്ലായ്മ അതങ്ങ് മാറ്റിവെക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കേസുകൾ വരുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കേസെടുക്കുന്ന രീതി നോക്കിയാൽ മതി. ഇപ്പോൾ അഖില നന്ദകുമാറിൻ്റെ കേസിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരാൻ കാരണം വെച്ചാൽ, അഖില നന്ദകുമാറിൻ്റെ കേസ് എന്താ? SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് KSU ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിച്ചയാളുടെ ബൈറ്റ് എടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗൂഢാലോചനയിൽ പങ്കുചേർന്നു എന്നാണ് ആ കേസ്. അത് കോടതി തള്ളിയെങ്കിലും എങ്ങനെയാണ് ഒരു സർക്കാരിന് അങ്ങനെ നീങ്ങാൻ കഴിയുക? ഇപ്പോൾ 24-ലെ മാധ്യമപ്രവർത്തകർക്ക് എതിരായിട്ട് എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ആ കാര്യം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എനിക്കറിയാന്നേ കരിങ്കൊടി പ്രകടനം എവിടെയൊക്കെ നടന്നിട്ടുണ്ട്, അതിനകത്ത് കൃത്യമായ ഇൻഫർമേഷൻ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്? ടെലിവിഷൻ ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈ പറയുന്ന ഏകാധിപത്യ പ്രവണത ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? പോലീസ് അടിച്ചമർത്തുകയല്ലേ ഓരോ സ്ഥലത്തും ഈ പ്രതിഷേധങ്ങളെ എന്ന് പറയുന്നത്. എന്നിട്ട് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ആലോചിക്കണം. ഈ നവകേരള സദസ്സ് നന്നായി സംഘടിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഒരു സർക്കാരിൻ്റെ പരിപാടിയായിരിക്കുമ്പോൾ അതിൻ്റെ ക്രമസമാധാന പ്രശ്നങ്ങളെ ഒന്നും ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് ഒരു പോലീസ് ഫോഴ്സിൻ്റെ ചുമതലയാണ്. അതൊരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ട ഏരിയ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് നമ്മൾ ഒരു വാർത്ത കേൾക്കുന്നു. ഇന്നലെ തേക്കട് റേഞ്ചിലുള്ള ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ ഈ നവകേരള സദസ്സിനെതിരായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് സക്കീർ ഹുസൈൻ എന്നാണ്. എന്താണ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് രാഷ്ട്രീയ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ NGO യൂണിയനും NGO അസോസിയേഷനും ഒക്കെ ഉണ്ട്. അവർ രാഷ്ട്രീയ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചില്ല. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയും ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ അതുപോലെ കസ്റ്റഡി മരണങ്ങളുണ്ടാകുന്നു. കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പോലീസിനെ സംരക്ഷിക്കുകയാണ്, പോലീസിന് അനുകൂലമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സച്ചിദാനന്ദൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഈ തുടർ അധികാരം ഈ പറയുന്ന ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകും എന്നൊക്കെയുള്ളത്. ഇത് ഈ കേരളത്തിലെ അതുപോലെ തന്നെ ഈ പറയുന്ന ആരാധനാ ഗാനങ്ങൾ ഉണ്ടാകുന്നു. കഴുകനായും സൂര്യനുമായും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ആരാധനാ ഗാനങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരെന്ന നിലയ്ക്ക് ഇതൊരു പക്ഷത്തിൻ്റെ പ്രശ്നമല്ല, ഒരു പക്ഷപാതിത്വത്തിൻ്റെ പ്രശ്നവുമല്ല. നമ്മൾ നമ്മുടെ കണ്ണുകൾ തുറന്നു വെക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിനകത്ത് അനാവശ്യമായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. MT വാസുദേവൻ നായർ ചെയ്തിരിക്കുന്നത് അതാണ്. MTയെ പോലെ പരിണിതപ്രജ്ഞനായ ഈ പറയുന്ന കഴിഞ്ഞ ഏതാണ്ടൊരു 7-8 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുള്ള MT വാസുദേവൻ നായർ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ഭാഗമല്ല. നേരത്തെ തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ മോണിറ്റൈസേഷൻ വന്ന സമയത്ത് അതിശക്തമായ പ്രതികരണവുമായി വരികയും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ അതിശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ MT വാസുദേവൻ നായർ ഓരോ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ നിലപാട് മലയാളികളെയും ചിന്തിപ്പിക്കണം. അതിനപ്പുറത്ത് പിണറായി വിജയനെ ചിന്തിപ്പിക്കണം. പിണറായി വിജയന് നേതൃത്വം നൽകുന്ന CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ചിന്തിപ്പിക്കണം. കാരണം ഇത്തരത്തിലുള്ള പ്രവണതകൾ അതിനെ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കും. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സ്മൃതി, Meet the editors.